വിഴിഞ്ഞം ഗവൺമെന്റ് SVLP സ്കൂളിൽ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിൽ വൻ ക്രമക്കേടും അഴിമതിയുമെന്ന് പരാതി. പുഴുവരിച്ച മുട്ടയും കേടായ പാലും നെല്ലിക്കയും കുട്ടികൾക്ക് നൽകാൻ ശ്രമിച്ച സ്കൂൾ അധികൃതരുടെ നടപടി PTA-യും SMC അംഗങ്ങളും ചേർന്ന് കൈയോടെ പിടികൂടി. വർഷങ്ങളായി ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത ആഹാരം നൽകുന്നുവെന്ന് ആരോപിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. പുതിയ PTA കമ്മിറ്റി നിലവിൽ വന്നതോടെയാണ് സ്കൂളിലെ ക്രമക്കേടുകൾ പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ സ്കൂളിലെത്തിയ കമ്മിറ്റി അംഗങ്ങൾ പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കുട്ടികൾക്ക് നൽകാനായി വെച്ചിരുന്ന മുട്ടകളിൽ ഭൂരിഭാഗവും പുഴുവരിച്ച നിലയിലായിരുന്നു. പഴകിയ പാലും പഴകിയ നെല്ലിക്കയുമാണ് കുരുന്നുകൾക്ക് വിതരണം ചെയ്യാൻ ഒരുക്കിയിരുന്നത്. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ പാകം ചെയ്ത് നൽകാൻ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും പരാതിയുണ്ട്. സംഭവത്തിൽ ബാലരാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ സ്കൂൾ ഉപരോധം അടക്കമുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് PTA-യുടെയും SMC-യുടെയും തീരുമാനം.